നമസ്കാരം. ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യവും പറയാനുള്ളൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കാരണം നാളെ പൗർണമിയാണ്. പൗർണമിയും ആയില്യവും കൂടെ ചേർന്നിട്ടുള്ള ഒരു അതിപ്രധാനമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. തൈപ്പൂയമാണ്. കാരണം എല്ലാവർക്കും അറിയാമല്ലോ, മുരുകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. അതേപോലെ നാളെയും പ്രാധാന്യമുള്ള ദിവസമാണ്, കൂടാതെ പൗർണമിയും കൂടെയാണ്. അപ്പോൾ പൗർണമിയുടെ അന്ന് നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്സിൽ പറയുന്നത്. നമുക്ക് അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് വെച്ചാൽ, ഒന്ന്, സൂര്യദേവമ്മയുടെ കുബേര ആശ്രമത്തിൽ യോഗ ആൻഡ് മെഡിറ്റേഷൻ റിസർച്ച് സെൻ്ററാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങളൊരു കുബേര യോഗ എന്ന് പറയുന്ന ഒരു സിസ്റ്റം, ഏകദേശം ഒരു 3 ദിവസത്തോളം വരുന്ന ഒരു യോഗ ആൻഡ് മെഡിറ്റേഷൻ ക്ലാസ് ആരംഭിക്കാൻ പോവാണ്. കുബേര യോഗ. ഒത്തിരി ആൾക്കാർ നേരത്തെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, അത് ആരംഭിക്കുന്ന സമയത്തൊന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മുടെ വിഷ്ണുമായ പ്രതിഷ്ഠ ഇവിടെ നടത്തി. എൻ്റെ പുറകിലാണ് സൂര്യദേവമ്മയുടെ കളരി, അതിലാണ് പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് തുടർന്നുള്ള എന്തായാലും ഈ ഒരാഴ്ച കഴിഞ്ഞാൽ ഉടൻ തന്നെ കുബേര യോഗയുടെ ക്ലാസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അതിൽ യോഗ ഉണ്ടാവും, മെഡിറ്റേഷൻ ഉണ്ടാവും. ഈ ഒരു 3 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിറങ്ങുന്നവർക്ക് അത്രത്തോളം ആ ഒരു എനർജി ലെവൽ, അവരുടെ ഓറ സ്ട്രോങ് ആവുന്നതിനോടൊപ്പം അവർക്ക് അത്രത്തോളം മെഡിറ്റേഷൻ ചെയ്യുവാനുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയാണ്. നമ്മുടെ ലൈഫിനൊരു ചേഞ്ച് ഉണ്ടാവാൻ ഒരു 3 ദിവസത്തെ നമ്മളൊരു ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ ഒത്തിരി നമ്മുടെ ജീവിതചര്യയ്ക്ക്, ജീവിത ചിട്ടയ്ക്ക് കുറേയൊക്കെ മാറ്റം വരുത്തുവാൻ നമുക്ക് സാധിക്കും. കാരണം ഈ കൃത്യമായിട്ട് എണീക്കേണ്ട ടൈമൊക്കെ ഉണ്ട് എല്ലാവർക്കും. ഉദയത്തിന് മുന്നേ എണീക്കണമെന്ന് പറയാറുണ്ട്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ എണീച്ചാൽ അന്നത്തെ ദിവസം പോക്കാം. ഞങ്ങൾക്കൊക്കെ അതാ അനുഭവം. അപ്പോൾ ഈ 3 ദിവസം കൊണ്ട് കുറേ കാര്യങ്ങൾ ഞങ്ങൾ പഠിപ്പിച്ചു തരികയും കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. കുബേര യോഗയുടെ ക്ലാസ് എത്രയും പെട്ടെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കുബേര യോഗയിൽ താല്പര്യമുള്ളവർ നേരത്തെ ബുക്ക് ചെയ്യുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വേണം, അഡ്രസ്സ് വേണം, ഒരു ഫോട്ടോയും കൂടെ അയച്ചു തരിക. ഓക്കെ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലാസ്സിൻ്റെ സമയം നമ്മൾ അറിയിക്കാം. ഇവിടെ സ്റ്റേ ചെയ്ത് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കായിരുന്നാലും സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ. രണ്ടാമത്, ഇന്നലെ നമുക്കിവിടെ വിഷ്ണുമായ പ്രതിഷ്ഠ കഴിഞ്ഞു. ഈ വിഷ്ണുമായ പ്രതിഷ്ഠ കഴിഞ്ഞാൽ അടുത്ത ശനിയാഴ്ച മുതൽ നമ്മളെപ്പോഴും എല്ലാ ശനിയാഴ്ചയും കുബേര പൂജയുള്ളത്. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ശനിയാഴ്ച വർക്കിംഗ് ഡേ ആകുമ്പോൾ കുബേര പൂജയ്ക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും 2 ദിവസവും കുബേര പൂജ ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഞായറാഴ്ച കുബേര പൂജ രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 10:30 11 മണിയാകുമ്പോൾ തീർക്കും. ശനിയാഴ്ചത്തെ കുബേര പൂജയാണെങ്കിൽ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 12 മണിക്കാണ് തീർക്കുന്നത്. അപ്പോൾ ഞായറാഴ്ചത്തെ കുബേര പൂജയിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് വിഷ്ണുമായ പൂജയും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ അവർക്കും അതിൻ്റെ കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം ഞായറാഴ്ചയാണ് വിഷ്ണുമായയ്ക്ക് ഇവിടെ സ്പെഷ്യൽ പൂജകളുള്ള ദിവസം. അത് കഴിഞ്ഞാൽ അമാവാസിയുമുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കണമെന്നുള്ളവർ നിങ്ങൾക്ക് ഞായറാഴ്ചയാണ് വരുന്നുള്ളവർ നേരത്തെ ഒന്ന് വിളിച്ച് പറയണം. കാരണം നമുക്കിവിടെ വരുന്ന എല്ലാവർക്കും അന്നദാനം കൊടുക്കാറുണ്ട്. അപ്പോൾ നേരത്തെ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അന്നദാനം അറേഞ്ച് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. ആൾക്കാർ കൂടുതലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആൾക്കാരനുസരിച്ചാണല്ലോ അന്നദാനമൊക്കെ കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ശനിയാഴ്ചയാണോ അല്ലെങ്കിൽ ഞായറാഴ്ചയാണോ നിങ്ങൾ കുബേര പൂജയ്ക്ക് വരുന്നെന്നുള്ളവർ ജസ്റ്റ് നേരത്തെ ഒന്ന് വിളിച്ച് പറയുക. ഓക്കെ. നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവമ്മയുടെ കുബേരാശ്രമം മഠാധിപതിയും തേജസ് ഫെങ്ഷി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സ് ഇതൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യും. കേരളത്തിനകത്തും പുറത്ത് വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. അപ്പോൾ ഇന്നലെ അവരെ നല്ല തിരക്കായിരുന്നു. ഇന്ന് മുതൽ പ്രശ്നമല്ല, നിങ്ങൾ ധൈര്യമായിട്ട് ഇനി വിളിച്ചോളൂ. കാരണം ഇത്തരം ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്, അവർക്കറിയാം ഞാൻ തിരക്കാണോ അല്ലേന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇനി കുഴപ്പമില്ല, ധൈര്യമായിട്ട് വിളിച്ചോളൂ, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോളൂ. കൃത്യമായിട്ടുള്ള മറുപടി തരാം. കുറേ ഓൺലൈൻ കൺസൾട്ടിങ് അയച്ചിട്ടുള്ളവർക്കൊക്കെ കുറച്ച് പേരുണ്ട്. അവരൊക്കെ ഇനി ഉള്ള സമയത്തുള്ള അവർക്ക് സമയം കൊടുക്കുന്നുണ്ട് അവരെ വിളിക്കാനുള്ള. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. നമുക്ക് നിങ്ങളുടെ നാളെയും മറ്റന്നാളും നമുക്ക് നോക്കാം. 2025 ഫെബ്രുവരി മാസം 12-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, മകരം 30 ബുധനാഴ്ചയാണ് നാളെ. നാളത്തെ സൂര്യോദയം രാവിലെ 6:44 സൂര്യോദയം, വൈകുന്നേരം 6:27 സൂര്യാസ്തമയമാണ്.
രാഹുകാലം 12:32 1:59 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 12:12 12:33 മധ്യയാണ്. മുഹൂർത്തം 12:37 12:58 മധ്യയാണ്. അതേപോലെ യമകണ്ഠ സമയം 8:11 9:38 മധ്യയാണ്. ഗുളികനുദയം 11:05 12:32 മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. ആയില്യം നക്ഷത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പൗർണമിയും ആയില്യം കൂടെ കൂടി വന്ന അപൂർവം ചില ദിവസങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് വരുന്നത്. അത്രയും പവർഫുള്ളായിട്ടുള്ള ദിവസമാണ്. നാഗസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാഗപ്രതിഷ്ഠയുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് സന്ദർശിച്ചതിന് ശേഷം അവിടെ നാരങ്ങ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ കുറേ നിങ്ങൾക്കത് മാറ്റം ഉണ്ടാവും. അതുമല്ല ആ നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ 4 നൂറും പാലും കൊടുക്കാം, ആയില്യം നടത്താം, എന്ത് വേണം നിങ്ങൾക്ക് ചെയ്യാം. അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം. അതായത് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. പ്രത്യേകിച്ച് മന്ത്രോച്ചാരണം, അതുമായിട്ടുള്ള കാര്യങ്ങൾ, ആരോഗ്യ പ്രവർത്തനങ്ങൾ, വിവാഹം, വാസ്തുകർമ്മങ്ങളൊക്കെ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. വിദ്യാഭ്യാസം, മരുന്ന് നിർമ്മാണം, അതുമായിട്ട് ബന്ധപ്പെട്ട അറിവ്, സന്തോഷം, പുതിയ ഏതെങ്കിലും ജോലിയിലോട്ടൊക്കെ പ്രവേശിക്കുകയാണെങ്കിൽ നാളത്തെ ദിവസം നല്ലൊരു ദിവസമാണ്. പുതിയ വിദ്യാഭ്യാസമൊക്കെ ആരംഭിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടന്നൂർ ദോഷം, വസഭജ ദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടന്നൂർ ദോഷമുണ്ട്. നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ടന്നൂർ ദോഷമുണ്ട്. അപ്പോൾ ആ ദോഷത്തെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. മാത്രമല്ല നാളെ പൗർണമിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്സ് ഒന്ന് പറയാനും, പൗർണമി ദിവസം നമ്മുടെ ഒരു മെഡിറ്റേഷൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു മെഡിറ്റേഷനുണ്ട്, ത്രാടകം, ചന്ദ്രത്രാടകം ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ചന്ദ്രത്രാടകം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച്. സന്ധ്യസമയത്ത് ചന്ദ്രന് ഉദിച്ചു വരുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും ഫ്രഷായിട്ടൊന്ന് സ്വസ്ഥമായിട്ടിരിക്കുക. ചന്ദ്രനെ കുറച്ച് നേരം കണ്ണിമ വെട്ടാൻ നോക്കിയിരിക്കുക. കുറച്ച് നേരം ചന്ദ്രൻ്റെ ഉൾക്കാമ്പിലോട്ട്, ചന്ദ്രൻ്റെ ഉള്ളിലോട്ട് കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് പല രൂപങ്ങളും അതിൽ കാണാൻ പറ്റും. അത്രത്തോളം പവറാത്. അങ്ങനെ ആ ഒരു നമ്മൾ അതിലോട്ട് ലയിക്കുന്ന സമയത്ത് ആ ചന്ദ്രനിൽ നോക്കുമ്പോൾ നമ്മുടെ സൈഡിലോട്ട് നമ്മൾ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. നമ്മുടെ ചുറ്റും നിൽക്കുന്ന മരങ്ങളുടെ മുകളിലൂടെ ആ മരങ്ങളുടെ ഒരു ഗോൾഡൻ കളർ അല്ല സിൽവർ കളർ ലൈൻ ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. അത് ആ വൃക്ഷങ്ങളുടെ ഓറയാണ്. ഒരു വ്യക്തിയുടെ ഓറ മനസ്സിലാക്കുവാൻ പറ്റിയിട്ടുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു മെഡിറ്റേഷനാണ്, അല്ലെങ്കിൽ ഒരു ത്രാടകമാണ് ചന്ദ്രത്രാടകം. അത് ചെയ്യാൻ പറ്റുന്ന നാളെ വൈകുന്നേരവും അതേപോലെ തന്നെ മറ്റന്നാൾ രാവിലെയും നമുക്കത് ചെയ്യാൻ പറ്റും. നാളെ വൈകുന്നേരമാണ് ഏറ്റവും പവർഫുൾ. ഓക്കെ, ചെയ്യാൻ പറ്റും ചെയ്തത്. ഇത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, പുരുഷന്മാർക്കും സ്ത്രീകളും രണ്ടായിട്ടാണ് ഒരു പ്രാണായാമം ചെയ്യേണ്ടത്. പുരുഷന്മാർ ചെയ്യേണ്ടത് ശ്രദ്ധിച്ചോളും. നിങ്ങളുടെ ഇടത് മൂക്കിൽ കൂടെ, അതായത് കൈ ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ കൈ പിടിക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ കൈ വെച്ചിട്ട് പിടിക്കാൻ പറ്റും. നിങ്ങളുടെ ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക, മൂക്ക് പൊത്തി പിടിക്കുക, വലത് മൂക്കിൽ കൂടെ ശ്വാസം വിടുക. പുരുഷന്മാർ ഇടത് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക, വലത് മൂക്കിൽ കൂടെ ശ്വാസം വിടുക. പുരുഷന്മാർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. സ്ത്രീകളാണെങ്കിൽ ഈ വലത് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക, ഇടത് മൂക്കിൽ കൂടെ ശ്വാസം വിടുക, വലത് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക, ഇടത് മൂക്കിൽ കൂടെ ശ്വാസം വിടുക. ഇങ്ങനെ ഒരു 21 പ്രാവശ്യമോ 41 പ്രാവശ്യമോ കുറച്ച് നേരം ഇരുന്ന് ചെയ്യൂ. കാരണം അത് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നടു സ്ട്രൈറ്റ് ആയിട്ടിരിക്കണം, നമ്മൾ നെളിഞ്ഞ് തന്നെ ഇരിക്കണം. ഓക്കെ, അങ്ങനെ ഇരുന്നുകൊണ്ട് കസേരയിലിരിക്കാം, തറയിൽ ചമ്രം പണിഞ്ഞിരിക്കാം, എങ്ങനെ വേണോ നമുക്കിരിക്കാം, ഫ്രീ ആയിട്ടിരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാം. പക്ഷെ നടു നിവർന്നിരിക്കണം. ഇത് നമ്മുടെ പിങ്കള നാഡികളെ ഫിൽട്ടർ ചെയ്യുന്നൊരു രീതിയാണ്. ഇങ്ങനെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചന്ദ്രനെ നോക്കേണ്ടത്. ഒരു 5 അല്ലെങ്കിൽ 2-3 മിനിറ്റൊക്കെ ചന്ദ്രനെ നോക്കുക, കണ്ണ് ഇമ വെട്ടും. ആ സമയത്ത് കണ്ണങ്ങ് അടയ്ക്കുക. നമ്മുടെ ശ്രദ്ധ നേരെ നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്ത് കൊണ്ടുവരും. നമ്മുടെ ശ്രദ്ധ മൂക്കിൻ്റെ തുമ്പത്ത് കൊണ്ടുവരും. ഇവിടെ ഈ ഭാഗത്ത് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്വാസം, നോർമലിയുള്ള ശ്വാസം ഉള്ളിലോട്ട് പോകുന്നതും പുറത്തോട്ട് വരുന്നത് അത് കാണാൻ ശ്രമിക്കാം. അതിന് ശ്വാസഗതി എന്നാണ് പറയാറ്. നമുക്ക് എല്ലാ സമയത്തും ഒരു മൂക്കിൽ കൂടെ അല്ല ശ്വാസം ഉള്ളിലോട്ട് പോകുന്നതും പുറത്തോട്ട് വരുന്നതും, അത് മാറി മാറി വരും. അതിനെ നമ്മളത് കാണാൻ ശ്രമിക്കാം. അങ്ങനെ കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ ഈ ഒരു പോയിന്റിൽ വരും. അത് തീറ്റ ലെവൽ ബ്രീത്തിങ് എന്നാണ് അതിനെ പറയുന്നത്. നമ്മൾ ആ ഒരു ബ്രീത്തിങ് ടെക്നിക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഹൈലി പവർഫുള്ളാണ്. അത് ചന്ദ്രനെ നോക്കിയിട്ട് കണ്ണങ്ങടയ്ക്കുക. ഇത് കുറേ നേരം പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അടുത്ത പൗർണമി വരെ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾക്ക് ഒരു
രീതിയിലുള്ള നെഗറ്റീവ് എനർജികളും ആര് ആഭിചാരം ചെയ്താലും ആര് ദൃഷ്ടിദോഷം വന്നാലും ആര് എന്തെങ്കിലും ക്രിയകൾ ചെയ്തു കഴിഞ്ഞാലും വിളിദോഷം ഒന്നും നമ്മളെ ബാധിക്കത്തില്ല. കാരണം നമ്മുടെ ഓറ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെയാണ് ഫിൽട്ടർ ചെയ്യേണ്ടത്. ഈ ഒരു ക്രിയ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഓറ ലെവൽ സ്ട്രോങ് ആവും. സ്ട്രോങ് ആയി കഴിഞ്ഞാൽ വളരെ പവർഫുള്ളാണ്. ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. 2025 ഫെബ്രുവരി മാസം 13-ാം തീയതി കൊല്ലവർഷം 1200 ആണ്ട് കുംഭം 1 വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:44 സൂര്യോദയം, വൈകുന്നേരം 6:28 സൂര്യാസ്തമയമാണ്. രാഹുലം 2:04 3:32 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 12:12 12:34 മധ്യയാണ്. മുഹൂർത്തം 12:38 12:59 മധ്യയാണ്. ഗുളികൻ ഉദയം 9:40 11:08 മധ്യയാണ്. അതേപോലെ യമകണ്ഠ സമയം 6:44 8:12 മധ്യയാണ്. ദിവസത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. മകം നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. അതായത് വിവാഹം, ഉത്സവം, യാത്ര, പ്രതിഷ്ഠ, വാസ്തുകർമ്മങ്ങൾ എല്ലാത്തിനും കൊള്ളാമെന്നുള്ള ഒരു അത്യുത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. യാത്രയ്ക്കും വാഹനങ്ങൾ വാങ്ങുവാനും വസ്തുക്കൾക്കൊക്കെ വാങ്ങുവാനൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമാണ് കേട്ടോ. ഗുരു, ജ്ഞാനം, അറിവ് എന്നിവയുടെ ദിവസമാണ്. വ്യാഴാഴ്ച വളരെ പവർഫുള്ളായിട്ട് ദിവസമാണ്. പ്രത്യേകിച്ച് 1-ാം തീയതി കൂടെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ വ്യാഴാഴ്ച ഒരു വ്രതം എടുക്കാൻ ശ്രമിക്കുക. കാരണം വ്യാഴം അത്രയും പവർഫുള്ളാണ്. ഗുരുവിൻ്റെ ഒരു ദിവസം കൂടിയാണ് വ്യാഴാഴ്ച ദിവസം. അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം. നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. പിണ്ടനൂർ ദോഷം, വസുഭുജ ദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷ ദോഷം, അകന്നാൾ ദോഷം, എന്നിട്ട് അകന്നാൾ ദോഷമുണ്ട്. അപ്പം ബുധനാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ടനൂർ ദോഷമുണ്ട്. വ്യാഴാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുണ്ട്. അപ്പോൾ ഈ 2 ദോഷങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സൂര്യദേവമഠം കുബേര ആശ്രമത്തിൽ യോഗ ആൻഡ് മെഡിറ്റേഷൻ റിസർച്ച് സെൻ്ററാണ്. ഞങ്ങൾ കുബേര യോഗ എന്ന് പറയുന്ന ഒരു യോഗ സ്റ്റാർട്ട് ചെയ്യുകയാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ 3 ദിവസത്തെ ക്ലാസ്സാണുള്ളത്. ആ ക്ലാസ് കഴിയുന്ന സമയത്ത് തന്നെ നമുക്ക് ഒത്തിരി നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുവാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് യോഗയും അതേപോലെ തന്നെ മെഡിറ്റേഷനും ബാക്കി കുറച്ച് കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് തരുന്നത്. കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ എല്ലാണ്ട് ജീവിതം മാറ്റിമറിക്കാൻ പറ്റിയിട്ടുള്ള ഒരിതാണ് കുബേര യോഗ. ധനം നമുക്ക് വരുവാൻ ഈ യോഗ കുബേരനെ വിളിച്ചുന്ന ധനമൊന്നും വരത്തില്ല. ആക്റ്റീവായിട്ട് വർക്ക് ചെയ്താലേ ധനം വരുള്ളൂ. ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് ക്രിയേറ്റ് ചെയ്ത് തരാൻ ഈ യോഗയിലൂടെ ഞങ്ങൾക്ക് കഴിയും. രണ്ടാമത്, ഇനി എല്ലാ ഞായറാഴ്ചയും കുബേര പൂജയുണ്ട്. ശനിയാഴ്ചയും ഞായറാഴ്ചയും കുബേര പൂജയുണ്ട്. അതേപോലെ തന്നെ വിഷ്ണുമായ പ്രതിഷ്ഠ വന്നിട്ടുണ്ട്. ഞായറാഴ്ച 11 മണിക്ക് ശേഷം വിഷ്ണുമായ പൂജയാണ്. അത് നിങ്ങൾക്ക് തൊഴാം. അപ്പോൾ ഈ വരുന്ന ശനിയാഴ്ചയും ഞായറാഴ്ചയും കുബേര പൂജയുണ്ട്. ഏത് ദിവസമാണ് നിങ്ങൾ വരണമെന്ന് വെച്ചാൽ നേരത്തെ ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്യുക. കുബേര പൂജയ്ക്ക് വരുന്നവർ ഒരു തേങ്ങ വീടിനൊഴിഞ്ഞു കൊണ്ടുവരണം. ഒരു തേങ്ങ നിങ്ങൾ തലയ്ക്കൊഴിഞ്ഞു കൊണ്ടുവരണം. 108 നാണയം കൊണ്ടുവരണം. ഈ നാണയം നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും. 108 നാണയം ഉൾപ്പെടെ കൊണ്ടുവരിക. ഇവിടുത്തെ ചെറിയൊരു ഫീസുണ്ട്, അത് ഇവിടെ വന്നിട്ട് അടയ്ക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ വീട് വന്ന് നോക്കണമെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ വാട്സാപ്പ് ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടിങ് വേണമെങ്കിലും പേരും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ വാട്സാപ്പ് ചെയ്യുക. അതിൽ ചെറിയൊരു ഫീസുണ്ട്, അത് പറഞ്ഞു തരാം. എന്ത് വേണോ നിങ്ങൾ നോക്കിയിട്ട് അറിയിക്കുക. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.